ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കേൾവിക്കാരനാവുക എന്നതാണ്. നല്ലൊരു കേൾവിക്കാരന് മാത്രമേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക ഫ്രണ്ട്സ്. അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു കേൾവിക്കാരനാവുക. നല്ലൊരു കേൾവിക്കാരന് മാത്രമേ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾ കേട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട എന്താ, അവരുടെ ലക്ഷ്യം എന്താണ്, അതിൽ ഫോക്കസ് ചെയ്ത് അവരെ ആ ലക്ഷ്യം നേടാൻ സഹായിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടാകാൻ പറ്റുന്നതാണ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പിനെ ഉതകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഫ്രണ്ട്സ്. നിങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം സൂക്ഷിക്കുക ഫ്രണ്ട്സ്. ഇതാണ് ഫ്രണ്ട്ഷിപ്പിൽ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഞാൻ പറയാവുന്ന ടോപ്പിക് ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി രണ്ടാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ലേണർ ആവുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും അത് നേടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട് എന്ത് നേടണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അത് നേടാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക ഫ്രണ്ട്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഫ്രണ്ട്സ്. നല്ലൊരു ലിസണറും കൂടി ആവുക. നല്ലൊരു കേൾവിക്കാരൻ മാത്രമല്ല, നല്ലോണം നിങ്ങളുടെ സുഹൃത്തിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാവുക. അങ്ങനെ പഠിച്ചിട്ട് അവന് വേണ്ട ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രോബ്ലം, ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, കെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഫ്രണ്ട്സ്. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഓരോ ആളും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ സബ്സ്ക്രൈബറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നത്. 1 മില്യത്തിന് മേലെ ആൾക്കാർ ഈ വീഡിയോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ 2 ടിപ്സും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ 2 ടോപ്പിക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. സുഹൃത്ത് ബന്ധം എല്ലാവർക്കും ആവശ്യമാണ്. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ കാര്യങ്ങൾ നേടാനും സുഹൃത്ത് ബന്ധം എപ്പോഴും സഹായിക്കുന്നതാണ്. സുഹൃത്ത് ബന്ധത്തിലൂടെ നമുക്ക് വേണ്ടതൊക്കെ നേടാനും പറ്റുന്നു. അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധം നല്ല നല്ല സുഹൃത്തുക്കളാണ് നല്ല നല്ല ഭാവിയെയും നല്ല നല്ല ഫ്യൂച്ചറിനെയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം വേണം, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം, അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ വരികയുള്ളൂ. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർമ്മിക്കുക ഫ്രണ്ട്സ്. ബൈ.